ലോകത്തെ ഏറ്റവും വേഗം വളർന്ന് വികസിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പഠന മേഖലയായി ഡ്രോൺ സർവീസ് ടെക്നീഷ്യൻ എന്ന മേഖല മാറിക്കഴിഞ്ഞിരിക്കുന്നു. ആഗോള ഡ്രോൺ ഹബ്ബായി ഇന്ത്യ മാറുകയാണ്. ഏതാണ്ട് ലോകത്തെമ്പാടുമുള്ള ഡ്രോണുകളുടെ 22.5% ഇന്ത്യയുടെ സംഭാവനയാണ് എന്നറിയുമ്പോഴാണ് ഈ മേഖലയിലെ തൊഴിൽ സാധ്യതയുടെ വ്യാപ്തി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. ഡ്രോൺ ഓപ്പറേറ്റ് ചെയ്യുന്നതും സർവീസ് ചെയ്യുന്നതുമായ വിവിധ മേഖലകൾ നമുക്കിവിടെ ലഭ്യമാണ്. അതിൻ്റെ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യുന്നതും അതേപോലെ തന്നെ അതിനു വേണ്ട മറ്റ് തരത്തിലുള്ള സപ്പോർട്ടുകൾ പ്രൊവൈഡ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട അതിൻ്റെ സർവീസിംഗ് നടത്തുന്നതുമായി ബന്ധപ്പെട്ട വളരെ വിശാലമായ ഒരു പഠന തൊഴിൽ മേഖലയായി ഇത് അധികം താമസിയാതെ മാറുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിയും. ഇന്ത്യയിൽ തന്നെ ഏതാണ്ട് 1 ലക്ഷത്തോളം ഡ്രോൺ പൈലറ്റുമാരെയാണ് ഒരു വർഷം നമുക്ക് ആവശ്യമായിട്ട് വരുന്നത്. ഇതിൻ്റെ ഭാഗമായി 1200-ൽ അധികം കോടി രൂപ മുടക്കി നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയ മാറ്റങ്ങൾക്ക് തുടക്കം കുറിച്ചുകൊണ്ട് ഭാരത സർക്കാർ പുതിയ നയരൂപരേഖ ഇതിനു വേണ്ടി തയ്യാറാക്കി. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു തൊഴിൽ മേഖല തന്നെയാണ് ഇത്. അതുകൊണ്ട് തന്നെ സ്വയം തൊഴിൽ സജ്ജരായിട്ടുള്ള ജനങ്ങൾക്ക് അതിന് താല്പര്യം കാണിക്കുന്ന ജനങ്ങൾക്ക് വളരെയധികം സാധ്യതകൾ തുറന്നു തരുന്ന ഒരു മേഖല. വിവിധ വ്യവസായശാലകളിൽ അതുപോലെ തന്നെ കൃഷിയുമായി ബന്ധപ്പെട്ട മേഖലകളിൽ സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റുമായി ബന്ധപ്പെട്ട മേഖലകളിലൊക്കെ ഇന്ന് ഡ്രോൺ വലിയ തോതിൽ വലിയ ചുമതലകൾ നിർവഹിച്ചു കൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ മനുഷ്യന് ചെന്നെത്താൻ കഴിയാത്തത്ര ദുർഘടം പിടിച്ച മേഖലകളിൽ പരിശോധനകൾ നടത്തുന്നതിനും പവർ എക്യുപ്മെൻറ്റ്സിൻ്റെ പ്രവർത്തനം വിലയിരുത്തുന്നതിനുമൊക്കെ ഇന്ന് ഡ്രോണുകൾ വിശാലമായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റിൽ ഇന്ന് സാധനങ്ങൾ ഡെലിവറി ചെയ്യുന്നതിനും മറ്റുമൊക്കെ അതുപോലെ തന്നെ അഗ്നിശമന സേനയുടെ പ്രവർത്തനങ്ങളിലുമൊക്കെ ഡ്രോൺ വലിയ തോതിൽ സഹായകരമായി കൊണ്ടിരിക്കുന്നു. അങ്ങനെ വളരെ വിശാലമായ ഒരു തൊഴിൽ സാധ്യത നമുക്ക് മുമ്പിൽ തുറന്നു തരുന്ന ഒരു പ്രവർത്തന മേഖലയായി ഡ്രോൺ സാങ്കേതികവിദ്യ മാറുകയാണ്. ഈ ഡ്രോണുകൾ ഓപ്പറേറ്റ് ചെയ്യുന്നതിനും അത് പരിപാലിക്കുന്നതുമായി ബന്ധപ്പെട്ട മേഖലകളിൽ ധാരാളം തൊഴിലവസരങ്ങൾ നമുക്ക് മുമ്പിൽ തുറന്നു കിട്ടുന്നു. കേരളത്തിൽ ഒരേ ഒരു സ്ഥാപനം മാത്രമാണ് നമുക്ക് ഇത്തരത്തിൽ ഡ്രോൺ പൈലറ്റ് ആകുന്നതിന് വേണ്ടി പരിശീലനം നൽകുന്നതായിട്ടുള്ളത്. അത് കാസർഗോഡാണ് പ്രവർത്തിക്കുന്നത്. ഡയറക്ടർ ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ്റെ അംഗീകാരത്തോടു കൂടിയാണ് ഈ സ്ഥാപനങ്ങൾ പ്രവർത്തിക്കേണ്ടത്. ഇവിടെ നമുക്ക് പ്രവേശനം ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് ഒരു +2 കഴിഞ്ഞ കുട്ടികൾക്കൊക്കെ ഇവിടേക്ക് പ്രവേശനം തേടാവുന്നതാണ്. വെഡ്ഡിംഗ് ഫോട്ടോഗ്രാഫിയും മറ്റു തരത്തിലുള്ള ഏരിയൽ ഫോട്ടോഗ്രാഫിയും ഒക്കെയായി ബന്ധപ്പെട്ട മേഖലകളിൽ പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് 2 തരത്തിലുള്ള ഡ്രോൺ പൈലറ്റിംഗ് പരിശീലിക്കാനായിട്ട് സാധിക്കും. ഒന്ന്, നമ്മുടെ കണ്ണിൻ്റെ പരിധിക്കുള്ളിൽ നിൽക്കുന്ന ദൂരത്തിൽ മാത്രം പറക്കുന്ന ഡ്രോണുകൾ പൈലറ്റ് ചെയ്യുന്ന പൈലറ്റുമാരായിരിക്കുമെങ്കിൽ, രണ്ടാമത്തേത് നമ്മുടെ ഐസൈറ്റിനും അപ്പുറത്തേക്ക് പോകുന്ന തരത്തിലുള്ള ദൂരപരിധി നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള ഡ്രോണുകളാണ്. ഇപ്പോൾ സൈനിക ആവശ്യങ്ങൾക്കൊക്കെ പലപ്പോഴും ഉപയോഗിക്കുന്ന ഡ്രോണുകൾ ഇത്തരത്തിൽ നമ്മുടെ കാഴ്ച പരിധിക്കും അപ്പുറത്തേക്ക് കടന്നു ചെല്ലാറുണ്ട്. സൈനികർക്ക് സാധനങ്ങൾ സപ്ലൈ ചെയ്യുന്നതിനും വിദേശ രാജ്യങ്ങളിൽ ചാരപ്രവർത്തനങ്ങൾ നടത്തുന്നതിനുമൊക്കെ ഇത്തരത്തിലുള്ള ഡ്രോണുകൾ ഉപയോഗിക്കാറുണ്ട്. കാടിനുള്ളിൽ ഏതെങ്കിലുമൊക്കെ രക്ഷാപ്രവർത്തനങ്ങളുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ പ്രവർത്തിക്കാൻ ആവശ്യമായിട്ട് വരുന്ന സമയത്തും നമ്മുടെ കണ്ണിൻ്റെ ദൂരപരിധിക്കുള്ളിൽ അല്ല ഇത് പ്രവർത്തിക്കുക. അപ്പോൾ വളരെ ദൂരത്തേക്ക് പോയി പ്രവർത്തിക്കുന്ന ഇത്തരം ഡ്രോണുകൾ ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു വിഭാഗമാണ് നമുക്കുള്ളത്. രണ്ടാമത്തെ വിഭാഗം നമ്മുടെ കാഴ്ചപരിധിക്കുള്ളിൽ, ഇപ്പോൾ വെഡ്ഡിംഗ് ഫോട്ടോഗ്രാഫിയും ടെറൈൻ ഫോട്ടോഗ്രാഫിയും ഒക്കെ ഒരു പക്ഷേ ഈ ഒരു പരിധിക്കുള്ളിൽ നമ്മുടെ കാഴ്ചശക്തിക്കുള്ളിൽ നിൽക്കുന്ന ഡ്രോണുകൾ ഉപയോഗിച്ചായിരിക്കും നമ്മൾ ചെയ്യുക. അപ്പോൾ ഈ 2 തരത്തിലുള്ള ഡ്രോണുകൾ ഉപയോഗിക്കുമ്പോഴും മതിയായ പരിശീലനം ആവശ്യമാണ്. പരിശീലനമെന്ന് പറയുമ്പോൾ അവിടെ നമുക്ക് എയർ ട്രാഫിക് ലോയുമായിട്ട് ബന്ധപ്പെട്ട ഡ്രോണുകൾ പറത്തുന്നതുമായി ബന്ധപ്പെട്ട ഏവിയേഷൻ ലോയെക്കുറിച്ചുള്ള വ്യക്തമായൊരു ധാരണ കുട്ടികൾക്കുണ്ടാവേണ്ടതുണ്ട്. അതുപോലെ തന്നെ DGCA നിഷ്കർഷിക്കുന്ന വിവിധങ്ങളായിട്ടുള്ള മാനദണ്ഡങ്ങൾ കീപ്പപ്പ് ചെയ്യാനായിട്ട് കഴിയണം. റേഡിയോഫോണിയെക്കുറിച്ചും അതുപോലെ തന്നെ എയർ ട്രാഫിക് കൺട്രോളിങ്ങുമായിട്ട് ബന്ധപ്പെട്ട മേഖലയെക്കുറിച്ചുമൊക്കെയുള്ള വ്യക്തമായ ധാരണകൾ ആവശ്യമാണ്. ക്രൈസിസ് മാനേജ്മെൻറ്റ്, അതുപോലെ തന്നെ അപകടകരമായ സാഹചര്യങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അതിനെ മാനേജ് ചെയ്യാനുള്ള ഒരു ഡിസിഷൻ മേക്കിംഗ് സ്കിൽ ഒക്കെ ഇവിടെ ആവശ്യമാണ്.
മതിയായ സോഫ്റ്റ്വെയറുകളിലുള്ള പരിജ്ഞാനവും ഹാർഡ്വെയറുകളിലുള്ള പരിജ്ഞാനവും ഇവിടെ മസ്റ്റാണ്. അപ്പോൾ റിമോട്ട് കൺട്രോൾ ഉപയോഗിച്ചുകൊണ്ട് വിവിധങ്ങളായിട്ടുള്ള പ്രവർത്തനങ്ങളെ, അത് വിത്ത് വിതയ്ക്കുന്നതും പെസ്റ്റിസൈഡ്സ് തളിക്കുന്നതുമായി ബന്ധപ്പെട്ട മേഖലകളിൽ പോലും ഡ്രോണുകൾ ഇന്ന് നമുക്ക് ഒരു കൺട്രോൾ റൂമിൽ ഇരുന്നു കൊണ്ട് നിയന്ത്രിക്കാൻ കഴിയുന്ന രീതിയിൽ വിവിധങ്ങളായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്താൻ കഴിയുന്ന രീതിയിൽ ഈ തൊഴിൽ മേഖല പടർന്നു പന്തലിച്ചിരിക്കുന്നു. ഏതാണ്ട് 22.5% ആഗോള ഡ്രോൺ ബിസിനസ് മേഖലയ്ക്ക് ഇന്ത്യ സംഭാവന ചെയ്യുന്നു എന്നറിയുമ്പോഴാണ് നമ്മളുടെ ഒരു പൊസിഷൻ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. ഏതാണ്ട് കാൽഭാഗത്തോളം ലോകത്തുള്ള ഡ്രോൺ വ്യവസായ മേഖലയുടെ കാൽഭാഗത്തോളം നമ്മളാണ് സംഭാവന ചെയ്യുന്നത്. അതേപോലെ തന്നെ 10-12% വാർഷിക വളർച്ചാ നിരക്ക് കാണാൻ കഴിയുന്നൊരു തൊഴിൽ മേഖല. 6000 കോടിയിലധികം രൂപ ഒരു വർഷം വിനിമയം ചെയ്യപ്പെടുന്ന ഒരു തൊഴിൽ മേഖല. അതാണ് തീർച്ചയായിട്ടും ഈ മേഖലയുടെ ഏറ്റവും വലിയ ആകർഷകത്വം. ഭാവിയുടെ തൊഴിൽ മേഖല എന്ന രീതിയിൽ +2 പഠിക്കുന്ന ഒരു കുട്ടിക്കും +2 പഠനം പൂർത്തിയാക്കിയ ഒരു കുട്ടിക്കും ഈ മേഖലയിലേക്ക് കടന്നു ചെല്ലാൻ കഴിയും. എയർ ട്രാഫിക് കൺട്രോളിംഗ് പോലെയുള്ള നിയമ മേഖലകൾക്കൊപ്പം തന്നെ കാലാവസ്ഥയുമായിട്ട് ബന്ധപ്പെട്ട മെറ്റീരിയോളജി പോലുള്ള മേഖലകളിലും വ്യക്തമായ അവഗാഹമുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഈ കുട്ടികൾക്ക് മികച്ച ഒരു വരുമാനം ഉണ്ടാക്കാൻ കഴിയുന്ന മേഖല തന്നെയാണ് ഈ ഒരു ഡ്രോൺ പൈലറ്റിംഗ് എന്ന മേഖല. അതോടൊപ്പം തന്നെ അതിൻ്റെ മറുവശത്ത് ഡ്രോണുകളുടെ ഇൻസ്റ്റലേഷനും അതിൽ സെൻസറുകളും ക്യാമറകളും ഒക്കെ ഇൻസ്റ്റാൾ ചെയ്യുകയും അതിനെ ഡീകോഡ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന വിപുലമായ മറ്റൊരു തൊഴിൽ സാധ്യത കൂടി നമ്മുടെ മുമ്പിലുണ്ട്. ഏതെങ്കിലും തരത്തിലുള്ള മാൽഫങ്ഷൻസ് ഉണ്ടായിക്കഴിഞ്ഞാൽ, ഏതെങ്കിലും തരത്തിലുള്ള ട്രബിൾ ഷൂട്ടിംഗ് ആവശ്യമായിട്ട് വന്നാൽ അവിടെ നമുക്ക് ഡ്രോൺ സർവീസിംഗ് ടെക്നീഷ്യന്മാരെ ആവശ്യമാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു മേഖലയിലേക്ക് ഇത്രയധികം ഡ്രോണുകൾ എത്തിച്ചേരുകയും വനിതകളുടെ സ്വയം സഹായ സംഘങ്ങളിൽ കൂടി 1,00,000-ഓളം ആൾക്കാരെ നമ്മൾ ഒരു വർഷം പുതിയതായിട്ട് ഈ തൊഴിൽ മേഖലയിലേക്ക് ചെന്നെത്താനുള്ള സാഹചര്യം ഒരുക്കപ്പെടുകയും ചെയ്യുമ്പോൾ വിശാലമായ ഈ മേഖലയിൽ ധാരാളം ഡ്രോൺ സർവീസ് ടെക്നീഷ്യന്മാരുടെ ആവശ്യവും ഉണ്ടായി വരും. രണ്ടാമത്തെ തൊഴിൽ മേഖല നമുക്ക് കാണാൻ കഴിയുന്നത് ഇവിടെയാണ്. അപ്പോൾ ഡ്രോൺ സർവീസിങ്ങിന് താല്പര്യമുള്ള കുട്ടികൾ അതിന് ഒരു വർഷത്തെ സൗജന്യ പരിശീലനം തന്നെ നാഷണൽ ലെവലിൽ നമ്മൾ പല സ്ഥാപനങ്ങൾ നടത്തുന്ന ഈ കോഴ്സ് ലഭ്യമാണ്. നമുക്ക് കേരളത്തിൽ പൊതുവിദ്യാഭ്യാസ വകുപ്പ് സർവശിക്ഷ കേരളയുടെ ഭാഗമായി നടത്തപ്പെടുന്ന പുതിയ ഒരു സംരംഭം എന്ന നിലയിൽ നമുക്ക് കേരളത്തിലെ വിദ്യാലയങ്ങളിൽ +2 പഠിക്കുന്ന അല്ലെങ്കിൽ പഠനം പൂർത്തിയാക്കിയ 18 വയസ്സിനും 23 വയസ്സിനും ഇടയിലുള്ള കുട്ടികൾക്ക് തീർത്തും സൗജന്യമായി ഈ കോഴ്സ് പഠിക്കാനുള്ള സൗകര്യവും നമുക്ക് ലഭ്യമാണ്. നിലവിൽ 14 ജില്ലകളിലായിട്ട് ആരംഭിക്കപ്പെട്ടിട്ടുള്ള സ്കിൽ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാമുകളുണ്ട്. സ്കിൽ ഡെവലപ്മെൻറ്റ് സെൻറ്റേഴ്സ് വഴി നടത്തുന്ന വിവിധങ്ങളായിട്ടുള്ള സ്കിൽ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാമുകൾ നമ്മുടെ കേന്ദ്ര സർക്കാരിൻ്റെ ഒക്കെ പിന്തുണയോടുകൂടെ നാഷണൽ ലെവലിൽ സ്കിൽ ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള വിപുലമായ സജ്ജീകരണങ്ങളും പ്രവർത്തനങ്ങളും പുതിയ തൊഴിൽ മേഖലയിലേക്ക് കുട്ടികൾക്ക് എത്തിച്ചേരാനുള്ള സാധ്യതകളും ഓപ്പൺ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഡ്രോൺ ഓപ്പറേറ്റ് ചെയ്യുന്നതിനും അതുപോലെ തന്നെ ഡ്രോൺ സർവീസ് ചെയ്യുന്നതിനുമായിട്ട് ബന്ധപ്പെട്ട തൊഴിൽ മേഖലകളിലേക്ക് കുട്ടികൾക്ക് എത്തിച്ചേരാൻ കഴിയും. പണമൊന്നും മുടക്കാതെ ഏതാണ്ട് ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ഒരു ബാച്ചിൽ ഏതാണ്ട് 25ഓളം കുട്ടികൾ വരുന്ന 2 ബാച്ചുകൾ വീതമുള്ള ഭിന്നശേഷിക്കാർക്ക് പ്രത്യേക ബാച്ചുകൾ എന്ന രീതിയിലൊക്കെ സർക്കാർ ഇത്തരത്തിൽ സൗജന്യമായി പഠന സൗകര്യങ്ങൾ വിവിധ ക്യാമ്പസുകളിൽ ഒരുക്കുന്നുണ്ട്. 14 ജില്ലകളിലുമായിട്ട് വിവിധ ഹയർ സെക്കൻഡറി സ്കൂളുകളിൽ പ്രവർത്തിക്കുന്ന സ്കൂളുകളെയൊക്കെ വലിയ തോതിൽ മാറ്റങ്ങൾക്ക് വിധേയമാക്കപ്പെടുന്നൊരു കാലം. പഠനത്തിന് പാരലായിട്ട് അതിൻ്റെ ഒപ്പം തന്നെ ഒരു തൊഴിൽ മേഖല കൂടെ പഠിച്ച് കുട്ടികൾ നൈപുണിക വികസനത്തോടുകൂടെ പഠിച്ച് പുറത്തിറങ്ങുകയും അവർക്ക് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ അവർ ആഗ്രഹിക്കുന്ന ഒരു തൊഴിൽ മേഖല വളരെ പെട്ടെന്ന് അവർക്ക് പഠിക്കുന്ന കാലത്ത് തന്നെ ഒരു വരുമാനം കണ്ടെത്താൻ കഴിയുന്ന രീതിയിലുള്ള ഒരു പാർട്ട് ടൈം ജോബിന് കൂടി സാധ്യതകൾ തുറക്കുന്ന തരത്തിലുള്ള പുതിയ ഒരു വിദ്യാഭ്യാസ സംസ്കാരത്തിൻ്റെ കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് എന്ന് അറിയുമ്പോഴാണ് ഇത്തരം കോഴ്സുകളുടെ വിപുലമായ ശ്രേണിയുടെ സാന്നിധ്യം നമുക്ക് നൽകുന്ന അവസരങ്ങളുടെ വലിയ സാധ്യതകളെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. ഇതിനുവേണ്ടി താല്പര്യമുള്ള കുട്ടികൾക്ക് സർവശിക്ഷ കേരളയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഈ പ്രോഗ്രാമുകളിലേക്ക് ഡ്രോൺ സർവീസ് ടെക്നീഷ്യൻ പ്രോഗ്രാമുകളിൽ ചേരാൻ കഴിയും. അതല്ല, ഡ്രോൺ പൈലറ്റിംഗ് ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് അത്തരത്തിലുള്ള കോഴ്സുകൾക്ക് നാഷണൽ സ്കിൽ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷനും ഒക്കെ നടത്തുന്ന അവരുടെയൊക്കെ സഹായത്തോടു കൂടെ നടക്കുന്ന വിവിധങ്ങളായിട്ടുള്ള പ്രോഗ്രാമുകളിൽ അഡ്മിഷൻ എടുക്കാൻ സാധിക്കും. അപ്പോൾ അത്തരത്തിലുള്ള പ്രോഗ്രാമുകൾക്ക് പോകുമ്പോൾ തീർച്ചയായിട്ടും ഡ്രോൺ പൈലറ്റിംഗ് പോകുമ്പോൾ ഡയറക്ടർ ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ്റെ
അംഗീകാരമുണ്ടോ എന്നും അവരുടെ നിബന്ധനകൾ പാലിക്കുന്ന സ്ഥാപനമാണോ എന്നുമൊക്കെ ഉറപ്പ് വരുത്തിയിട്ടായിരിക്കണം നമ്മൾ അത്തരത്തിലൊരു മേഖലയിലേക്ക് കടന്നു ചെല്ലേണ്ടത്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ ചുറ്റും വരുന്ന പുതിയ ലോകക്രമം, അതായത് നമുക്കറിയാം ഇപ്പോൾ ഓൺലൈൻ കൊമേഴ്സിൻ്റെ ഒരു കാലമാണ്. അപ്പോൾ കൊമേഴ്സിൻ്റെ ഈ ഒരു കാലഘട്ടത്തിൽ നമുക്ക് മെഗാ സിറ്റികളിലൊക്കെ അല്ലെങ്കിൽ മെട്രോ സിറ്റികളിലൊക്കെ സാധനങ്ങൾ സപ്ലൈ ചെയ്യുന്നതിന് പലപ്പോഴും കാലതാമസം നേരിടാറുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒഴിവാക്കുന്നതിന്, ട്രാഫിക് ബ്ലോക്കുകൾ ഒഴിവാക്കി ഇതൊക്കെ വളരെ വേഗം സർവീസുകൾ പ്രൊവൈഡ് ചെയ്യുന്നതിനുമൊക്കെ സഹായിക്കുന്ന തരത്തിലുള്ള പോലീസ് സേനയ്ക്ക് വലിയ തോതിൽ സഹായകരമാകുന്ന ഒരു അഡ്വാൻസ് നിരീക്ഷണ സംവിധാനമാണ്, വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു നിരീക്ഷണ സംവിധാനം കൂടിയാണ് ഈ പറയുന്ന ഡ്രോൺ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ വളരെ വിശാലമായ തൊഴിൽ സംസ്കാരത്തിൻ്റെ ഒരു ലോകത്ത് പുതിയതായി അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ള ടെക്നിക്കൽ നോഹൗ വളരെ ആവശ്യമുള്ള, ഇതിൽ വളരെയധികം താല്പര്യം ജനിച്ചിട്ടുള്ള ആൾക്കാർക്ക്, അല്ലെങ്കിൽ അത്രയധികം ടെക്നിക്കലായിട്ടുള്ള അവഗാഹം നേടാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് വളരെ ക്ഷമയോടുകൂടെ വളരെ വേഗത്തിൽ തീരുമാനമെടുക്കേണ്ട ചില മേഖലകളുണ്ട്. അപ്പോൾ നമുക്കറിയാം, ഒരു പൈലറ്റ് ആവുക എന്ന് പറയുമ്പോഴത്തേക്കും വളരെ വലിയ ഒരു തുക മുടക്കേണ്ടി വരും. കോടിക്കണക്കിന് രൂപ മുടക്കി കഴിഞ്ഞാൽ മാത്രമാണ്, 40 ലക്ഷം രൂപ മുതൽ 1 കോടി രൂപ വരെ മുടക്കിയാലാണ് നമുക്ക് വലിയ വിമാനങ്ങൾ പറത്താനായിട്ട് ഒരു പൈലറ്റ് ആവാൻ കഴിയുക. എന്നാൽ ചെറിയ ഡ്രോണുകൾ പറത്താനായിട്ട് നമുക്കൊരു 40,000 50,000 രൂപ ഫീസ് മാത്രം മുടക്കി കഴിഞ്ഞാൽ പഠിക്കാൻ കഴിയുന്ന ഒരു മേഖലയാണ്. അപ്പോൾ ആർക്കും അഫോർഡബിൾ ആയിട്ടുള്ള, ഏതാണ്ട് ഒരു 8,000 മുതൽ 10,000 വരെ ഒരു ദിവസം സമ്പാദിക്കാൻ കഴിയുന്ന, നേടിയെടുക്കാൻ കഴിയുന്ന ഒരു തൊഴിൽ മേഖല കൂടിയാണിത്. അപ്പോൾ അത്തരത്തിൽ വെഡ്ഡിംഗ് ഫോട്ടോഗ്രാഫി, ഈവൻറ്റ് ഫോട്ടോഗ്രാഫി, അതുപോലെ തന്നെ സർവേയിങ്, കൊമേഴ്സുമായിട്ട് ബന്ധപ്പെട്ട മേഖലകൾ, ഡിസാസ്റ്റർ മാനേജ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട മേഖലകളിലൊക്കെ ഈ ഡ്രോണിൻ്റെ ഒരു സാന്നിധ്യവും അതിൻ്റെ ഒരു ഉപയോഗവും വളരെ വിശാലമായിട്ട് പോകുന്നത് കൊണ്ട് തന്നെ വരും കാലഘട്ടത്തിൽ, ഇപ്പോൾ നമുക്കറിയാം 10-12% റേഞ്ചിൽ വാർഷിക വളർച്ചാ നിരക്ക് നേടിക്കൊണ്ടിരിക്കുന്ന ഒരു കോമ്പൗണ്ട് ഗ്രോത്ത് നേടിക്കൊണ്ടിരിക്കുന്ന ഒരു മേഖല എന്ന നിലയിൽ ലോകത്തിൽ തന്നെ ഈ ഒരു വളർച്ചാ നിരക്ക് ലോകത്തിൽ തന്നെ നമ്മൾ നോക്കിക്കഴിയുമ്പോൾ അറിയാം, ഇന്ത്യ ഏതാണ്ട് 4/1 ഡ്രോണുകൾ സംഭാവന ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മേഖലയാണ് ആ ഒരു മാർക്കറ്റിൽ. അപ്പോൾ വരുന്ന വളർച്ചയുടെ അനുസരിച്ച് ഇതിങ്ങനെ വർദ്ധിച്ചു കൊണ്ടുപോവുകയും ആ തൊഴിൽ സാധ്യത നമുക്ക് വിപുലമായി ഉപയോഗപ്പെടുത്താൻ കഴിയുകയും വേണം. പരമ്പരാഗതമായ കാലഘട്ടത്തിലെ തൊഴിൽ സാധ്യതകളിൽ നിന്ന് മാറി പുതിയ സാഹചര്യങ്ങൾക്കനുസരിച്ച് സ്വയം മാറാനും ആ മാറ്റങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ആ സാധ്യതകളെ സ്വന്തമാക്കിക്കൊണ്ട് വരും കാലഘട്ടത്തിൻ്റെ ടെക്നിക്കൽ ചേഞ്ചുകളെ വളരെ പെട്ടെന്ന് തന്നെ ഉൾക്കൊണ്ടുകൊണ്ട് പുതിയ തൊഴിൽ മേഖലകളിലേക്ക് കടന്നു ചെല്ലാൻ നമ്മുടെ കുട്ടികൾക്ക് കഴിയണം. അതിനുവേണ്ടി തന്നെയാണ് ഇത്തരത്തിലുള്ള വലിയ വലിയ പഠന സാധ്യതകൾ ഒരുക്കുന്ന കോഴ്സുകൾ സർക്കാർ തലത്തിൽ ആരംഭിച്ചിട്ടുള്ളത്. അതിലേക്ക് പഠനത്തിന് പാരലലായിട്ട് നമുക്ക് പോകാനും ഒരു ലോങ് ടേം ഗോൾ എന്നതിനൊപ്പം ഒരു ഷോർട്ട് ടേം ഗോൾ കൂടെ ഫിക്സ് ചെയ്ത് കുട്ടികൾക്ക് മുന്നോട്ട് പോകാൻ കഴിയണം. അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും ഡ്രോണുമായി ബന്ധപ്പെട്ട ഈ 2 തൊഴിൽ മേഖലകളും, ഡ്രോൺ പൈലറ്റിങ്ങും ഡ്രോൺ സർവീസ് ടെക്നീഷ്യൻ എന്ന് പറയുന്ന 2 തൊഴിൽ മേഖലകളും നമുക്ക് ധാരാളം അവസരങ്ങൾ ഒരുക്കുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും.